ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സർവകൃപാലുവായ ദൈവം ഞങ്ങളെ ഈ കാരക്കോണം ജംഗ്ഷനിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ 5 വൻകരകളിലും സുവിശേഷം വിളമ്പുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ഹല്ലേലൂയ. ലോകം അതിന്റെ അസ്തമനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ വിഷയവും സുവിശേഷം തന്നെയാണ്. രാജ്യങ്ങളോട് മത്സരിക്കുന്നു. ഇവിടെയും അക്രമങ്ങളും രാഷ്ട്രീയ കുതന്ത്രങ്ങളും കാണുന്നു. ലോകം മ്ലേച്ഛതയിലൂടെയുള്ള ഒരു സഞ്ചാരം, ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. അമ്മേപ്പന്മാരെ സ്നേഹിക്കാതെ, സഹോദര സ്നേഹമില്ലാതെ മനുഷ്യൻ കാട്ടുകൂട്ടുന്ന പേക്കൂത്തുകൾ. ഇവിടെയാണ് ദൈവവചനത്തിന്റെ പ്രസക്തി. ഈ ദേശത്തിന് വിളമ്പുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഏൽപ്പിച്ച ഒരു വചനം വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തോത്രം. കർത്താവേ, എളിവരായി ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകോടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം. കർത്താവയുടെ കൃപയും ദൈവ സ്നേഹവും രക്തത്തിന്റെ ശുദ്ധിയും വചനത്തിന്റെ ശക്തിയും ഈ ദേശത്ത് വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ അടിയനെ അനുവദിക്കുന്ന താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഒന്നുകൂടെ ശക്തീകരിച്ചാട്ടെ, ഒന്നുകൂടെ ബലപ്പെടുത്തിയാട്ടെ. മഹത്വത്തിന്റെ പ്രതീകമായ യേശു വൻ കാര്യങ്ങൾ ചെയ്താട്ടെ. മഹത്വം കർത്താവ് എടുക്കണം. താഴ്ത്തുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കാരക്കോണം ദേശ നിവാസികളെ, കടകമ്പോളങ്ങളിൽ അന്നത്തെ ഉപജീവനത്തിനായി പണിയെടുക്കുന്ന വ്യവസായികളെ, സുഹൃത്തുക്കളെ, യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ് അക്ഷരാർത്ഥത്തിൽ സുവിശേഷം. യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. ഹിന്ദുവാകട്ടെ, ഇസ്ലാമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, സകല മനുഷ്യരുടെയും ദൈവമാണ് നസ്രായനായ യേശു. യേശു നമുക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ അവതാരമെടുത്തത്, ഇവിടെ ജീവിച്ചത്, ഇവിടെ മരിച്ചത്, ഇവിടെ ഉയർത്തെണീറ്റത്. മാനവരാശിയുടെ പാപം സർവശക്തനായ യേശു വഹിച്ചു. കാൽവരി കുലക്കളത്തിൽ മാനവരാശിക്ക് വേണ്ടി രക്തം ചീന്തി ഇന്നും ജീവിക്കുന്ന ദൈവമായി, അവനെ വിശ്വസിക്കുന്ന, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന, അവന് വേണ്ടി കാത്തു നിൽക്കുന്ന ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും അവൻ ഉത്തരമരുളാൻ സർവശക്തനായ ദൈവമാണ്. യേശു സകല ജനത്തിന്റെയും ദൈവമാണ്. അവന് കഴിയാത്തതായി ഒന്നുമില്ല. മനുഷ്യൻ അന്നുള്ള ജീവിതത്തിന് വേണ്ടി അങ്ങേയറ്റം തീവ്രമായി അധ്വാനിക്കുകയും തലമുറകൾക്ക് വേണ്ടി സമ്പത്ത് കരുതി വയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം ഈ കാണുന്ന ലോകം
മായ ആണെന്നുള്ള സത്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഉദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ എന്തിന് ഈ ഭൂമിയിൽ ജനിച്ചു? എന്തിന് ജീവിക്കുന്നു? എന്തിന് മരിക്കുന്നു? എന്താണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം? പ്രിയപ്പെട്ട ദേശനിവാസികളെ, ഒരു മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ദൈവത്തെ അറിയുക, ദൈവത്തിൽ നിറയുക എന്നതാണ്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും ഒരു വ്യക്തി ഈശ്വരനിലേക്കൊന്ന് പോകാം, അല്ലെങ്കിൽ ഈശ്വര ദർശനം ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് മോക്ഷപ്രാപ്തിയിലെത്തുവാൻ ആഗ്രഹിക്കാത്തവരായി ഒരു മനുഷ്യനുമില്ല. വിവിധ മതസംഹിതകൾ പറയപ്പെടുന്നു മനുഷ്യൻ പാപിയാണെന്ന്. മനുഷ്യൻ പാപിയാണെന്ന് വിളിച്ചു പറഞ്ഞത് ബൈബിൾ മാത്രമല്ല, മറ്റു മതഗ്രന്ഥങ്ങളും വിളിച്ചു പറഞ്ഞു. എന്നാൽ സത്യവേദ പുസ്തകം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു, മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയാണ്. അവൻ പാപത്തിൽ അമ്മയുടെ ഉദരത്തിൽ ഗർഭമെടുത്തു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു, ഈ ഭൂമിയിലും പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു, പാപമാർഗത്തിൽ ജീവിക്കുന്നു, പാപപങ്കീലമായ ലോകത്ത് അവൻ വളർന്നു വരുന്നു. ഹല്ലേലൂയ! രക്തം ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്തിലൂടെ അല്ലാതെ മാനവരാശിയുടെ പാപത്തിന് മുക്തിയില്ല എന്ന് മനസ്സിലാക്കിയ സർവശക്തനായ ദൈവം യഹോവ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയും മാനവരാശിക്ക് വേണ്ടി കർത്താവ് കാൽവരി കുളക്കളത്തിൽ 3 ആണികളിൽ തൂങ്ങി തന്റെ ശരീരത്തിലൂടെ രക്തം വാർത്ത് മരണമടയുകയും ചെയ്തു. ഇവിടെ സ്വയം ദൈവമെന്ന് വിളിക്കുന്നവരുണ്ട്, മഹാന്മാരെന്ന് വിളിക്കുന്നവരുണ്ട്, പല നന്മകളും മനുഷ്യർക്ക് ചെയ്തവരുണ്ട്. എന്നാൽ ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെണീക്കപ്പെട്ട ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് നസ്രായനായ യേശുവാണെന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ കഴിയും.